നമ്മൾ ഈ വീഡിയോയിൽ മാത്സിലെ തേർഡ് ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മളൊരു ബോക്സിൽ ഒരുപാട് റെഡ്, വൈറ്റ്, ബ്ലാക്ക്, അതേപോലെ തന്നെ ബ്ലൂ, ഇങ്ങനെ കുറേ ബോൾസ് ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ഇതിന് നമ്മൾ തന്നെ എടുക്കുമ്പോൾ റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ്, ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ്, ബ്ലൂ ബോൾ കിട്ടാനുള്ള ചാൻസ്, വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ്, ഇതിനാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ഏത് ബോളാണ് വരുന്നത്, ഏത് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ്, ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഇവിടെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾ. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, 4 വൈറ്റ് ബോൾസ് ഉണ്ട്. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക് ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് വൈറ്റ്? നമ്മൾ ഒരു ബോൾ ആ ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ബാസ്ക്കറ്റിൽ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത, വൈറ്റ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, പിന്നെ 4 വൈറ്റ് ബോൾസ് ഉണ്ട്. ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൻ്റെ മറ്റൊരു പേരാണ് പ്രോബബിലിറ്റി, സാധ്യത, പ്രോബബിലിറ്റി. അതിൽ 6 ബ്ലാക്ക് ബോളും ഉണ്ട്, 4 വൈറ്റ് ബോളും ഉണ്ട്. അപ്പോൾ ആദ്യം ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് ആദ്യം നമ്മൾ പറയുന്നത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 6 + 4 10. ഇത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ആദ്യം തന്നെ ഈ ബാസ്ക്കറ്റിൽ എത്ര ബോൾ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം. 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും ഉണ്ട്. അപ്പോൾ 10 ബോളുണ്ട് ടോട്ടൽ നമ്പർ. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത, എത്ര ബ്ലാക്ക് ഉണ്ട്? 6 ബ്ലാക്ക്. 10ൽ നിന്ന് 6 എണ്ണമാണ് അവിടെ ചാൻസ് വരുന്നത്. 10 ബോളുണ്ട്, അതിൽ 6 ആണ് ബ്ലാക്ക്. അപ്പോൾ 6/10 ആണ് ഇവിടെ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 6/10 എത്രയാണ്? 3/5. വെട്ടി ചെറുതാക്കുമ്പോൾ 3/5. അതേപോലെ തന്നെ വൈറ്റ് ആണെന്ന് വെക്കി. ഇനി അടുത്തത് വൈറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയും ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 6 + 4 10. അവിടെ നിങ്ങൾ ഏത് ബോളാണ് നോക്കണ്ട, അതിന് ടോട്ടൽ നമ്പർ എടുക്കുക. ഇനി അതിൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 4/10, അതായത് 2/5. ഇപ്പോൾ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് 3/5ഉം വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് 2/5 ആണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാണ്. എ ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ബീഡ്സ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ്. ഒരു ബാഗിൽ 3 റെഡ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ മുത്ത്, എന്ത് വേണമെങ്കിൽ പറയാം, മുത്ത് അഥവാ 7 ഗ്രീൻ നിറത്തിലുള്ള മുത്തുണ്ട്. അനദർ കണ്ടെയ്ൻ 1 റെഡ് ആൻഡ് 1 ഗ്രീൻ മോർ. അനദർ ബാഗിൽ 1 റെഡും 1 ഗ്രീനും കൂടുതലാണ്. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ? ഏത് ബാഗിൽ നിന്നാണ് റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ? ഇവിടെ 2 ബാഗ് ഉണ്ട്. നമുക്കറിയാം ബാഗ് 1 ഉണ്ട്, ബാഗ് 2 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബാഗിൽ 3 റെഡും അതേപോലെ തന്നെ 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ 3 റെഡും 7 ഗ്രീൻ ബീഡ്സ് ഉണ്ട്. ഗ്രീൻ ബീഡ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. റെഡിൻ്റെ പ്രോബബിലിറ്റി, റെഡ് ബീഡ് കിട്ടാനുള്ള ആ ഒരു പ്രോബബിലിറ്റി മാത്രമേ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്തുണ്ടായിരിക്കും? 1 റെഡ് ബീഡ് കൂടുതലായിരിക്കും. അപ്പം 4 റെഡും അതേപോലെ തന്നെ 8 ഗ്രീനും. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഈ ബാഗിൽ ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ബീഡ് എത്രയാണ്. ടോട്ടൽ ബീഡ് എത്രയാണ്? അവിടെ കളേഴ്സ് നോക്കേണ്ട, ടോട്ടൽ കിട്ടാൻ 3 + 7 10. ടോട്ടൽ 7 ആണ് കിട്ടി. ഇനി 3 റെഡ് ബീഡാണ്. അപ്പോൾ റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അഥവാ ചാൻസ് എന്ന് പറയുന്നത് 3/10 ആണ്. അത് ബാഗ് 1ൻ്റെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിലും ഇവിടെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് 4 + 8 12. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്, ഇവിടെ റെഡ് 4 എണ്ണം ഉണ്ട്. 4/12 എത്ര കിട്ടും? 1/3.
ഇനി പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1 ബാഗ് 2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ഏതിലാണ് പ്രോബബിലിറ്റി കൂടുതൽ? ഇവിടെയും 1/3 ഉണ്ട്, ഇവിടെയും 3/10 ഉണ്ട്. രണ്ട് പ്രോബബിലിറ്റിയിൽ ഏത് പ്രോബബിലിറ്റിയാണ്, അതായത് റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അഥവാ ചാൻസ് ഏത് ബാഗിലാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/10ഉം 1/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി 3 × 3 = അല്ലെങ്കിൽ 3 × 3ഉം 10 × 1ഉം. അപ്പോൾ എത്ര വരും? 3 × 3 9, 10 × 1 10. അപ്പോൾ സെക്കൻഡ് ബാഗിലായിരിക്കും എന്ത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് ഏത് ബാഗിലായിരിക്കും കൂടുതൽ? ബാഗ് 2. ഇത് 2023 SLCയിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്. നമ്മൾ ഒരു സർക്കിളിലേക്ക് നോക്കാണ്ട് എവിടെയെങ്കിലും ഒരു ഡോട്ട് പ്ലേസ് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്തിൻ ദ അൺഷെയ്ഡഡ് പാർട്ട്? അപ്പോൾ അൺഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഷെയ്ഡ് ചെയ്യാത്ത പാർട്ട്, ഇതാണ് അൺഷെയ്ഡഡ് പാർട്ട്. ഇവിടെ ഈ ഡോട്ട് വരാനുള്ള ചാൻസ് എന്താണെന്ന് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മളിടുന്ന ഡോട്ട് അൺഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ അല്ലെങ്കിൽ അതിൽ മിഡിൽ വരുന്ന മൊത്തം ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റിൽ the probability dot to be within unshaded part ഇത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? 120 ഡിഗ്രി. ഇതാണ് അൺഷെയ്ഡഡ് പാർട്ടിൽ 120 ഡിഗ്രി വരുന്നത്. മൊത്തം എത്ര വരുന്നത്? 360 ഡിഗ്രി. അപ്പം എത്ര വരും? 1/3. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്? നേരത്തെ നമ്മൾ അൺഷെയ്ഡഡ് പാർട്ടിലത്തെ കണ്ടുപിടിച്ചേക്കുന്നത്. ഷെയ്ഡഡ് പാർട്ടിലത്തെ കണ്ടുപിടിക്കാൻ ഈ മൊത്തം ആംഗിൾ നമുക്കറിയാം എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ 120 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 360 മൈനസ് 120, അതായത് 240. ഈ ആംഗിൾ എന്ന് പറയുന്നത് 240ആണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഷെയ്ഡഡ് പാർട്ടിലത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ 240 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360. അപ്പോൾ എത്ര വരും? 12, 18, 6, 9, 2, 3. 2/3 എന്ന് ആൻസർ കിട്ടും. 2021 SLCയിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ ഇവിടെ നമ്മോട് പറഞ്ഞേക്കുന്നത് 10നേക്കാൾ കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. അതായത് 1, 2, 3 തൊട്ട് 9 വരെ. അതാണ് 10നേക്കാൾ കുറവായ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ഓഡ് നമ്പർ? ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഇനി ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. അപ്പോൾ ഇതിൽ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 5 ഓഡ് നമ്പർ ബൈ ടോട്ടൽ. അപ്പോൾ 9ൽ 5 എണ്ണം ഓഡ് നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബീയിങ് ഓഡ് നമ്പർ എന്ന് പറയുന്ന ആൻസർ 5/9. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൺ നമ്പർ? അത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരെണ്ണത്തിൽ പറയുന്നു ഓഡ് നമ്പർ ആവാനുള്ള ചാൻസ്, അടുത്തത് പറയുന്നു ഈവൺ നമ്പർ. ഒരു ഈവൺ നമ്പറും അല്ലാത്ത പ്രോബബിലിറ്റി, അതായത് ഓഡ് നമ്പറിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അവിടെ. അതും എന്തായിരിക്കും ആൻസർ? 5/9 തന്നെയായിരിക്കും ആൻസർ. ഇത് 2022 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ AB ഇസ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. AB എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ നോൺ ഷെയ്ഡഡ് റീജിയൻ. ഇപ്പം നമുക്കൊരു സർക്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തിരിക്കുക. നമ്മളോട് കണ്ണടച്ചിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പറയുന്നത് ആ ഡോട്ട് നോൺ ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയനിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് ഷെയ്ഡഡ് പോർഷനിലല്ല നോൺ ഷെയ്ഡഡ് ആയിട്ടുള്ള പാർട്ടിൽ ആ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ സർക്കിളിനെ നമ്മൾ 2 പാർട്ടാക്കി തിരിച്ചേക്കാം. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 2 പാർട്ടാണ്. അപ്പോൾ ഷെയ്ഡഡ് പോർഷനിൽ അല്ലെങ്കിൽ അൺഷെയ്ഡഡ് പോർഷനിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1. ഇത് 1 ബൈ ടോട്ടൽ. 2 പാർട്ടായതുകൊണ്ട് 1/2 എന്ന് പറയും. അതായത് അൺഷെയ്ഡഡ് പോർഷനിലായാലും
ഷെയ്ഡഡ് പോർഷനിലായാലും എന്തായിരിക്കും പ്രോബബിലിറ്റി വരുന്നത്? രണ്ടും 1/2 ആണ്. ഒരു പാർട്ടിനെ രണ്ടാക്കി, ഒരു സർക്കിളിനെ രണ്ടാക്കിയാണ് തിരിച്ചേക്കുന്നത്. അപ്പം മൊത്തം പാർട്ട് എന്ന് പറയുന്നത് 2, ഷെയ്ഡഡ് പോർഷൻ 1, അൺഷെയ്ഡഡ് പോർഷൻ 1, അങ്ങനെ 1/2 1/2 രണ്ടായാലും ആൻസർ സെയിം ആണ്. ഇത് 2021 ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ABCD ഈസ് എ റെക്റ്റാങ്കിൾ. നമ്മുടെ ഈ ഫിഗറിൽ ABCD എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് CD. P എന്ന് പറയുന്നത് CD-യുടെ മിഡ് പോയിന്റ് ആണ്, അഥവാ DC എന്നും പറയും. DC-യുടെ മിഡ് പോയിന്റ് ആണ്. ഇഫ് യു പുട്ട് എ ഡോട്ട് ഇൻ ദ ഫിഗർ വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. ഈ ഫിഗറിലേക്ക് നോക്കാണ്ട് നമ്മൾ ഈ ഫിഗറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഡോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി ഇൻസൈഡ് ട്രയാങ്കിൾ APB. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ആ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി അഥവാ ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ തന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് ഈ ട്രയാങ്കിൾ വരച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. ടോട്ടൽ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. ഇവിടെ പ്രോബബിലിറ്റി ചോദിച്ചേക്കുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ APB ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD ഇതങ്ങോട്ട് കണ്ടാൽ മതി. ആദ്യം തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ APB കാണാം, പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD കാണാം. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏരിയ ഓഫ് ട്രയാങ്കിൾ APB, ഏരിയ ട്രയാങ്കിളുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിളുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിളിൻ്റെ ബേസ് AB എന്നറിയാം. ഹൈറ്റ് എങ്ങനെ നമ്മളിവിടെ ഹൈറ്റ് ഇട്ട് കൊടുക്കണം? H എന്ന് പറഞ്ഞ ഒരു ഹൈറ്റ് ഇട്ട് കൊടുക്കുക. അതായത് ഹാഫ് ഇൻറ്റു AB ഇൻറ്റു H ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ AB ഇൻറ്റു AD. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് AD ആണ്. ഈസ് ഈക്വൽ ടു ഈ Hൻ്റെ അതേ ഹൈറ്റാണ് ADക്കും BCക്കും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ AD ഉള്ള കാരണം അതൊന്ന് വെട്ടിപ്പോവാനാ, അങ്ങനെ നമ്മൾ ഹാഫ് ഇൻറ്റു AB ഇൻറ്റു AD, Hൻ്റെ സ്ഥാനത്ത് AD ഇട്ട് കൊടുക്കാം, ഡിവൈഡഡ് ബൈ AB ഇൻറ്റു AD. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തുകൊണ്ട് AB ഇൻറ്റു BC ഒന്നും എടുത്തില്ലെന്ന്. അപ്പോൾ ഇതിനനുസരിച്ച് എല്ലാം ക്രമീകരിക്കേണ്ടി വരും. ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ മിക്കവാറും അടിയിലത്തെ നമ്പർ വെട്ടിപ്പോകണമെങ്കിൽ അടിയിലത്തെ കാര്യം വെട്ടിപ്പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ AB ഇൻറ്റു ADക്ക് പകരം BC എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ AB ഇൻറ്റു AD എന്ന് തന്നെ എടുത്തത്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എത്ര ആൻസർ കിട്ടും? ഹാഫ് എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി ഇൻസൈഡ് ട്രയാങ്കിൾ ADP. നമ്മൾ നേരത്തെ ഈ കുത്ത് APB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ വരാനുള്ള പ്രോബബിലിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADP ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ചോദിച്ചു കഴിഞ്ഞാലും ട്രയാങ്കിൾ PCB ഡിവൈഡഡ് ബൈ റെക്റ്റാങ്കിൾ ABCD അത് തന്നെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് AB ഇൻറ്റു AD എന്ന് നമ്മൾ നേരത്തെ എടുത്തതും AB ഇൻറ്റു AD ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം മുകളിൽ വന്നാൽ മാത്രമേ അത് ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ടേം വേണം നമ്മൾ മുകളിലെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADP. ട്രയാങ്കിൾ ADPയുടെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് DP ആണ്, DP ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് AD. ഇനി ഹാഫ് ഇൻറ്റു ഈ DPനെ നമുക്ക് CD/2 എന്ന് എഴുതാം.
ഇത്രയാണ് ഡി പി. സി ഡിയുടെ ഹാഫാണ് ഡി പി. അപ്പം നമുക്ക് CD/2 എന്ന് പറയുന്നതാണ് ഡി പി. അപ്പോൾ അതങ്ങനെ എഴുതി ഇൻറ്റു AD എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ സി ഡിനെ നമുക്ക് CD എന്ന് പറയുന്നതും AB എന്ന് പറയുന്നതും റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ അത് സെയിം ആയിട്ടേ വരുള്ളൂ. സോ AB/2 എന്നങ്ങോട്ട് എഴുതാം ഇൻറ്റു AD എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു AB ഇൻറ്റു AD/4. AB ഇൻറ്റു AD/4 എന്ന് ട്രയാങ്കിൾ ADPയുടെ ഏരിയ കിട്ടി നമുക്ക്. ട്രയാങ്കിൾ ADPയുടെ ഏരിയ നമുക്ക് AB ഇൻറ്റു AD/4 എന്ന് കിട്ടി. ഇനി ഈ സംഭവം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ ചെയ്യാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ AB ഇൻറ്റു AD/4 ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് AB ഇൻറ്റു AD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി AB ഇൻറ്റു AD/4 ഇൻറ്റു AB ഇൻറ്റു AD. ഇത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പാടുപെട്ട് AB ഇൻറ്റു ADയിലെ മുകളിലേക്ക്, അതായത് ട്രയാങ്കിളിൻ്റെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. വെട്ടിക്കളയുക. നമ്മുടെ ആൻസർ എത്രയാണ്? 1/4. ചാൻസ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഡോട്ട് വരാനുള്ള ചാൻസ് എത്രയാണ്? 1/4. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.